ചെർപ്പുളശ്ശേരി നഗരസഭയ്ക്ക് ലഭിക്കേണ്ട പ്ലാൻ ഫണ്ടിൽ വലിയ കുറവുണ്ടായതായി പ്രതിപക്ഷം. 2025-26 സാമ്പത്തിക വർഷത്തെ പ്ലാൻ ഫണ്ട് ഇനത്തിൽ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട തുകയിൽ 2 കോടിയിലധികം രൂപയുടെ കുറവാണുള്ളത്. തിങ്കളാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖാണ് ഈ വിഷയം ഉന്നയിച്ചത്. 4.5 കോടി രൂപ ലഭിക്കേണ്ട സ്ഥാനത്ത് 3ാം ഗഡുവായി ലഭിക്കേണ്ട 2 കോടിയിലധികം രൂപ ഇതുവരെ നഗരസഭയ്ക്ക് ലഭ്യമായിട്ടില്ല. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഫണ്ട് സർക്കാർ വെട്ടിക്കുറച്ചതിന്റെ പ്രതിഫലനമാണ് ചെർപ്പുളശ്ശേരിയിലും പ്രകടമാകുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഇത് കാരണം എന്താണ്? പുറത്ത് പാവപ്പെട്ട വീട് നിർമ്മാണം, പുനരുദ്ധാരണം, ഭവന പുനരുദ്ധാരണത്തിന് വെച്ച ആളുകൾക്ക് പോലും അവർക്ക് ഫസ്റ്റ് ഗഡു കൊടുത്തിട്ടില്ല. മുഴുവൻ പണി കഴിഞ്ഞ് ഫയൽ സബ്മിറ്റ് ചെയ്തവർക്ക് 2ാം ഗഡു കൊടുത്തിട്ടില്ല. അപേക്ഷിച്ചവർക്ക് പണിയെടുക്കുന്നവർക്ക് 1 ഗഡു കൊടുത്തിട്ടില്ല. അങ്ങനെ 3 തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർ ആ മേഖലയിൽ തന്നെയുണ്ട്. ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതിന്റെ പുറമെയാണ് ഇപ്പോൾ ഈ വിഷയം. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഫണ്ട് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അജണ്ടകൾക്ക് മുൻപേ ഇത് പറഞ്ഞത് എന്തിനാ? ഇതിൽ പരിഹാരം ഉണ്ടാകണം. എങ്ങനെ പരിഹാരം ഉണ്ടാവും? 2 തരത്തിൽ പരിഹാരം ഉണ്ടാക്കണം. 3 തരത്തിൽ പരിഹാരം ഉണ്ടാക്കാം. ഒന്ന്, ഗവൺമെന്റിനെ ഇത് അറിയിക്കണം. ഞാൻ സെക്രട്ടറിയോട് ചോദിച്ച് ഭരണസമിതി ഒരൊഴുക്ക മറുപടിയാ പറഞ്ഞ് വരാതിരിക്കാം എന്നൊക്കെ പറഞ്ഞു. സെക്രട്ടറിയെ പറഞ്ഞു വന്നോന്ന് ചോദിച്ചപ്പോൾ വന്നിട്ടില്ല. എന്തെങ്കിലും നിർദ്ദേശം ഇത് നിങ്ങൾക്ക് ഇപ്പോൾ 3ാം ഗഡു വരാൻ വേണ്ടി പോകുന്നു എന്ന നിർദ്ദേശം കേരളത്തിലെ ഗവൺമെന്റ് തന്നിട്ടുണ്ടോ? ഇല്ല. ഒരു നിർദ്ദേശവും ഒരു കടലാസും നാളിതുവരെ ചെർപ്പുളശ്ശേരി നഗരസഭാ സെക്രട്ടറിക്ക് ലഭിച്ചിട്ടില്ല എന്ന് ഇന്ന് കൗൺസിലിൽ സാക്ഷ്യപ്പെടുത്തി. ഫണ്ട് ലഭിക്കാത്തത് മൂലം ക്ഷീരകർഷകർ, ഭിന്നശേഷിക്കാർ, കർഷകർ എന്നിവർക്കുള്ള ധനസഹായവും ഭവന പദ്ധതികൾക്കുള്ള തുകയും മുടങ്ങിയതായും KM ഇസ്ഹാഖ് ചൂണ്ടിക്കാട്ടി. ക്ഷീരകർഷകർ, ഭിന്നശേഷിക്കാർ, കർഷകരെ, ഈ വീട് ഭവന പുനർനിർമ്മാണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ തുടങ്ങി ഒട്ടനവധി പേർ ചെർപ്പുളശ്ശേരി നഗരസഭയുടെ ആനുകൂല്യവും ഫണ്ടും കാത്തിരുന്ന് മടുത്ത് ഞങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് ഈ ഫണ്ട് കിട്ടാത്തത്, എന്താ ഇതിന്റെ കാര്യം? അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ കൗൺസിലിൽ ചോദിക്കാൻ ബാധ്യസ്ഥരല്ലേ. ആ നിലയിലാണ് നമ്മളിന്ന് കൗൺസിലിൽ ചോദിച്ചത്, ഇതിന് പരിഹാരം തേടണം എന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, സർക്കാരിനോട് ആവശ്യപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ നല്ല ഭയത്തോടെ പറഞ്ഞു, അല്ല അതൊരു കാരണവശാലും പറ്റില്ല, തള്ളിക്കളഞ്ഞു എന്നാ പറഞ്ഞത്. ഞങ്ങളെ ആ നിർദ്ദേശം ശ്രീ സുബീഷ് കൗൺസിലർ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചു. നിഷാദ് കൗൺസിലറൊക്കെ പറഞ്ഞു ഇത് ഗവൺമെന്റിനോട് ആവശ്യപ്പെടണം. എന്നിട്ട് നമുക്ക് ഈ ഫണ്ട് ലഭിക്കാത്ത പോരായ്മ അവരെ ബോധ്യപ്പെടുത്തുകയും ഉടനടി ഈ ഫണ്ട് നമുക്ക് അനുവദിക്കാനുള്ള സംവിധാനം ഉണ്ടാകണമെന്ന് ഈ കൗൺസിൽ ഒന്നടങ്കം നമുക്ക് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നതിന് എന്താ കുഴപ്പം? നമുക്ക് ലഭിക്കാനുള്ള പണം വേണമെന്ന് പറയാൻ എന്താ വൈസ് ചെയർമാൻ ഭയം? അപ്പോൾ ഒരു രാഷ്ട്രീയ വിധേയത്തിന് ഏത് ഗവൺമെന്റ് ആവട്ടെ, നമ്മളതിൽ ഗവൺമെന്റിനല്ല പരാമർശിക്കുന്നത്. നമുക്ക് കിട്ടേണ്ട പണം ലാസ്റ്റ് ഗഡു യഥേഷ്ടം പണം ഖജനാവിലുണ്ട് എന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഈ പണം ലാസ്റ്റ് അലോക്കേഷൻ എന്തുകൊണ്ട് വന്നില്ല? വരാത്തതിന് നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടില്ലെന്ന് മാത്രമല്ല, നമ്മൾ സർവീസ് ബാങ്കിൽ സ്വരൂപിച്ച് ഫിക്സഡ് ഡിപ്പോസിറ്റായി പലിശ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പണമെടുത്ത് ഈ പാവപ്പെട്ട ആളുകൾക്ക്, ഗുണഭോക്താക്കൾക്ക് ഈ പണം വിതരണം ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് നിരാകരിച്ച ഭരണസമിതിയുടെ നടപടിയിൽ ചെർപ്പുളശ്ശേരി UDF ഭരണസമിതി അംഗങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അതേസമയം നിലവിലെ പ്ലാൻ ഫണ്ട് പ്രതിസന്ധി താൽക്കാലികം മാത്രമാണെന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ C ജയകൃഷ്ണൻ വിശദീകരിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും സമാനമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്നതോടെ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുമെന്നും അദ്ദേഹം അറിയിച്ചു. അതുകൊണ്ടാണ് ഇത് ബ്ലോക്കായത്. അതിന് മാത്രമല്ല, ഇത് നമ്മുടെ ഓൺ ഫണ്ട് ഉണ്ട്. മുൻ വർഷങ്ങളൊക്കെ എങ്ങനെയാണെങ്കിൽ സ്മാർട്ട് വരുന്നതിൻ്റെ മുന്നേണെങ്കിൽ നമുക്ക് ഓൺ ഫണ്ട് നിർത്തിയിട്ട് ഇത് കൊടുക്കാം, അടിസ്ഥാനത്തിൽ കൊടുക്കാം. പക്ഷേ സ്മാർട്ട് എന്നുള്ളൊരു സംവിധാനം വന്നതോടുകൂടി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എല്ലാ പദ്ധതിയിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ പദ്ധതികളിലൂടെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് എന്താവും? ഇതൊക്കെ സ്പിൽ ഓവർ ആകുമ്പോൾ തിരഞ്ഞെടുപ്പ് മാനദണ്ഡം 4ാം തീയതി കഴിയും. മാനദണ്ഡം 4ാം തീയതി കഴിഞ്ഞാൽ പിന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ സ്പിൽ ഓവറായിട്ടുള്ള ഓരോ ഇംപ്ലിമെൻ്റ് ഓഫീസർമാരെടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് സ്പിൽ ഓവർ. ആ സ്പിൽ ഓവറായതിൻ്റെ ലിസ്റ്റ് തരാൻ വേണ്ടി ഇപ്പോൾ കൈവശം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. 5ാം തീയതി തന്നെ അടുത്ത DPCക്ക് നമ്മളിതെല്ലാം കൊടുക്കും. DPCക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വെറ്റിംഗ് ആണുള്ളത്. വെറ്റിംഗ് പെട്ടെന്ന് നടത്തിയിട്ട് ഇത് കൊടുക്കാനുള്ള എല്ലാ നടപടികളും നമ്മൾ സ്വീകരിക്കുന്നതാണ്.
കെ സ്മാർട്ട് സംവിധാനം നിലവിലുള്ളതിനാൽ നഗരസഭയുടെ സ്വന്തം ഫണ്ടിൽ നിന്ന് തുകയെടുത്ത് വിനിയോഗിക്കാൻ തടസ്സങ്ങളുണ്ട്. എങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അടിയന്തരമായി നൽകേണ്ട ധനസഹായങ്ങൾ മാനദണ്ഡങ്ങൾ നോക്കാതെ നൽകാൻ അനുമതി നൽകിക്കൊണ്ടുള്ള സർക്കാർ സർക്കുലർ ലഭിച്ചിട്ടുണ്ടെന്നും വൈസ് ചെയർപേഴ്സൺ പറഞ്ഞു. അടുത്ത DPC യോഗത്തിൽ ഇതു സംബന്ധിച്ച പദ്ധതി രേഖ സമർപ്പിക്കും. അല്ലാണ്ട് ഇതിപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതെല്ലാം ശരിയായിട്ട് നമ്മൾ മറിച്ച് തലേ ദിവസം അടക്കം ലഭ്യമാകും എന്നുള്ളത് അപ്പോഴേക്കാണ് 10 ദിവസം മുന്നേ തന്നെ ട്രഷറിയിലെ ചില മറ്റേ വെയിറ്റിംഗ് പോലുള്ള രീതിക്ക് അനുസരിച്ചിട്ട് വന്നു. അതുകൊണ്ടാണ് ഇത് വൈകി, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാം, നമ്മളെ അഭിമാനത്തോടു കൂടി പറയും, ഇപ്പോൾ എക്സ്പെൻഡിച്ചർ എന്നുള്ള നിലയ്ക്ക് തന്നെ നമ്മുടെ മൊത്തം സംസ്ഥാനത്ത് നമ്മൾ സംബന്ധിച്ച് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചറിൽ നമുക്ക് 56.85% എക്സ്പെൻഡിച്ചറാക്കാണ്. സംസ്ഥാനത്ത് തന്നെ മൊത്തം നഗരസഭ 87 നഗരസഭയിൽ 46-ാം സ്ഥാനത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിൽ തന്നെ. എന്ന് മാത്രമല്ല ജില്ലയിൽ തന്നെ എക്സ്പെൻഡിച്ചർ എന്നുള്ള നിലയ്ക്ക് 3-ാം സ്ഥാനം നമുക്ക് ചെലവാക്കുന്ന കാര്യത്തിൽ നമുക്ക് വന്നിട്ടുണ്ട്. CCN ചെർപ്പുളശ്ശേരി.